السلام عليكم ورحمة الله وبركاته. الحمد لله الذي نعمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഖതീബ് ഇന്നത്തെ ഖുത്ബയിലൂടെ വിശദീകരിച്ചത് ദാനധർമ്മത്തെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഓരോരുത്തരുടെ വരുമാനത്തിലും സ്വത്തിലും നിർബന്ധമായി നൽകേണ്ടുന്ന ദാനധർമ്മമുണ്ട്. അത് സക്കാത്താണ്. നിർബന്ധമല്ലാതെ നൽകുന്നതാണ് സദഖ. റമദാനിൻ്റെ അവസാനത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് നൽകുന്നതാണ് ഫിത്ർ സക്കാത്ത്. സക്കാത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഓരോരുത്തൻ്റെ സ്വത്തിലും വരുമാനത്തിലും അടിസ്ഥാന ആവശ്യം കഴിഞ്ഞ് 590 ഗ്രാം വെള്ളിയുടെ വില ബാലൻസ് ഉണ്ടെങ്കിൽ, അഥവാ ഒരു 30,000 രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഒരു കൊല്ലത്തിൽ ഒരാളുടെ വരുമാനത്തിൽ അയാൾക്ക് അടിസ്ഥാന ആവശ്യം, വീടിൻ്റെ വാടക, വീട്ടിലെ ഭക്ഷണം, ചികിത്സ, വിദ്യാഭ്യാസം, ഇങ്ങനെ അടിസ്ഥാനപരമായ ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ളതിന് സക്കാത്ത് നിർബന്ധമാണ്. അത് നിസാബ് എത്തിയാൽ, നിസാബ് എന്ന് പറഞ്ഞാൽ 30,000, ഏതാണ്ട് 30,000 രൂപ. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليه في نار جهنم فتقوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم. സ്വർണവും വെള്ളിയും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വളരെ പരിഹാസത്തോടു കൂടിയിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് വിശദീകരിക്കുന്നത്. സമ്പത്തുണ്ടായിട്ട് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്ന ആളുകൾ, അവർക്ക് വേദനയേറിയ ശിക്ഷ, വേദനാജനകമായ ശിക്ഷ. അത് സന്തോഷ വാർത്തയല്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും അള്ളാഹു അവരെ സംബന്ധിച്ച് പറയുന്നത് വളരെ പരിഹാസപൂർവമാണ്. അള്ളാഹു നൽകിയ മുതൽ, പടച്ചറബ് നൽകിയ സമ്പത്ത്, വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് ഖുർആനിൽ സൂചിപ്പിച്ചത്, വാതൂഹു മിൻ മാലില്ലാഹില്ലദീ ആതാക്കും. അള്ളാഹു അവന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകിയതാണ്, അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. സമ്പത്ത് അള്ളാഹു തരുന്നതാണ്. നമ്മളെ യുക്തി കൊണ്ടോ നമ്മുടെ തന്ത്രം കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ ലഭിക്കുന്ന ഒരു സംഗതിയല്ല സമ്പത്ത്. സമ്പത്ത് റബ്ബ് തരുന്നതാണ്. ഈ കൺസെപ്റ്റ് ഇല്ലാത്ത ആളുകളാണ് അത് കെട്ടിപ്പൂട്ടി വെക്കുന്ന ആളുകൾ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഏതെൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയതാണ്, അതല്ല എൻ്റെ വാപ്പ ഉണ്ടാക്കിയതാണ്, ഈ മൈൻഡ് വരുന്ന ആളുകൾക്കാണ് ഇത് ചെലവഴിക്കാൻ മടി. അതിൻ്റെ കൺസെപ്റ്റ് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവേണ്ടത്. ഇത് റബ്ബ് എൻ്റെ കയ്യിൽ തന്ന ഒരു അമാനത്താണ്. അതെൻ്റെ റബ്ബ് എനിക്കിനെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. ഞാൻ ചെലവഴിക്കുന്നുണ്ടോ നോക്കാൻ. സമ്പത്ത് കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുക്കാതെയും അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. ചില ആളുകൾക്ക് നന്നായി സമ്പത്ത് കൊടുത്തിട്ട് പരീക്ഷിക്കും, ചില ആളുകൾക്ക് ഒന്നും കൊടുക്കാത്ത അള്ളാഹു പരീക്ഷിക്കും. അത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സമ്പത്ത് ചെലവഴിക്കാത്ത ആളുകളെ സംബന്ധിച്ച് വളരെ ശക്തമായ രൂപത്തിലാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം. വല്ലദീന യബ്ഖലൂന, പിശുക്ക് കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹ്. അള്ളാഹു നൽകിയതിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ ഒരിക്കലും അത് ഖൈറാണെന്ന് വിചാരിക്കണ്ട. ഒരിക്കലും അത് ഖൈറല്ല. ആ പ്രയോഗം ശ്രദ്ധിച്ചു. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലിഹി. അള്ളാഹു നൽകിയ സമ്പത്ത് കെട്ടിപ്പൂട്ടി വെക്കുന്ന ആളുകൾ, ചെലവഴിക്കാതെ വെക്കുന്ന ആളുകൾ ഒരിക്കലും അത് ഖൈറാണെന്ന് വിചാരിക്കണ്ട. ഒരിക്കലും അത് ഖൈറല്ല. അതവർക്ക് നഷ്ടമാണ്. രണ്ട് ലോകത്തും നഷ്ടമാണ്. ചെലവഴിക്കാത്ത ആളുകൾക്ക് രണ്ട് ലോകത്തും നഷ്ടമാണ്. ആളുകൾ വിചാരിക്കും ചെലവഴിക്കാതിരുന്നാൽ പൈസ
ഗുണം ഉണ്ടാവും, അല്ലെങ്കിൽ അത് നമ്മളെ കയ്യിൽ തന്നെ നിൽക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വെറും വിഡിത്താണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഒരിക്കലും അത് ഹൈറല്ല, നിങ്ങൾ പൈസ ചെലവാക്കാതെ ഹൈറല്ല. സക്കാത്ത് എന്ന് നമുക്കറിയാം, സക്കാത്ത് കണ്ടമാനം കൊടുക്കേണ്ട ആവശ്യമില്ല, സക്കാത്ത് കണക്കിന് കൊടുത്താൽ മതി. കറക്റ്റാ 2.5% അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 10% കണക്കിന് കൊടുത്താൽ മതി. കണക്ക് നോക്കിയിട്ട് ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ 2.5% ആണ് ഒരു കൊല്ലത്തിൽ കൊടുക്കേണ്ടത്. ടോട്ടൽ സ്റ്റോക്ക് എടുപ്പ് നടത്തിയതിനു ശേഷം അയാളുടെ വരുമാനവും കൂടെ ലാഭവും കൂടെ കൂട്ടിയിട്ട് അയാൾ 2% അതിന് സക്കാത്ത് കൊടുക്കണം. കൃഷിക്കാരനാണെങ്കിൽ കൃഷി കൊയ്തെടുക്കുമ്പോഴാണ്, വിളവെടുപ്പ് നടക്കുമ്പോഴാണ് കൃഷിക്ക് സക്കാത്ത് കൊടുക്കുന്നത്. അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ല, ചിലപ്പോൾ 2-3 പ്രാവശ്യം കൊടുക്കണം. അത് അതിന്റെ നിസാബ്, ഓരോന്നിനും നിസാബ് ഉണ്ട്. നിസാബ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാകുന്ന പരിധി. ഒരു ശമ്പളക്കാരനാണെങ്കിൽ അയാൾ ടോട്ടൽ ആനുവൽ ഇൻകം കണക്കൂട്ടുക, കൊല്ലത്തിലെ വരുമാനം കണക്കൂട്ടുക. ഒരു 6000 റിയാൽ വരുമാനമുള്ള ഒരാൾ, അയാൾ കൊല്ലത്തിലെ ടോട്ടൽ വരുമാനം കണക്കൂട്ടുക. ടോട്ടൽ 6000 വെച്ചിട്ട് കൊല്ലം. എന്നിട്ട് അതിന് അടിസ്ഥാനപരമായ ചെലവ് മൈനസ് ചെയ്യുക. അടിസ്ഥാനപരം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മിനിമം ചെലവാണ് ഉദ്ദേശം. മിനിമം. നമുക്ക് വണ്ടി വാങ്ങാം, കാറ് വാങ്ങാം, നല്ല വിലയുള്ള കാറ് വാങ്ങാം, മിനിമത്തുള്ളൊരു കാറും വാങ്ങാം. നമുക്ക് വീടെടുക്കാം, വലിയ വീടെടുക്കാം, ചെറിയ വീടെടുക്കാം, അല്ലെങ്കിൽ മിനിമത്തുള്ളൊരു വീടെടുക്കാം. ഭക്ഷണം കഴിക്കാം, ആഴ്ചയിൽ 2-3 ദിവസം പുറത്തു പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ബില്ല് എന്താ വരിക? എന്നാൽ മിനിമത്തിൽ ഭക്ഷണം കഴിക്കാം. മിനിമമാണ് കണക്കൂട്ടുക. നമ്മൾ പുറത്തു പോയി കൂടുതൽ പൈസക്ക് ഭക്ഷണം കഴിക്കണ്ടോ ഇല്ല എന്നുള്ളത് അത് വേറൊരു വിഷയം. ഇതല്ല വിഷയം. ഇത് മിനിമം കണക്കൂട്ടുക ഓരോന്നും. എന്നിട്ട് അതിന് കൊല്ലത്തിൽ കണക്കൂട്ടി അതിന്റെ ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ 6000 വരുമാനമുള്ള ആളാണെങ്കിൽ 72,000 റിയാൽ കൊല്ലത്തിൽ വരുമാനം. അതിൽ നിന്ന് അയാൾക്ക് ഒരു 40,000 റിയാൽ അയാൾ അടിസ്ഥാന ആവശ്യമുണ്ട്. അയാളെ മക്കളുടെ വിദ്യാഭ്യാസം, അയാളുടെ ട്രാൻസ്പോർട്ടിങ്, പെട്രോളിന്റെ ചാർജ്, അങ്ങനെയുള്ള അടിസ്ഥാനപരമായ സംഗതി, ചികിത്സ, അത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ 2.5% അയാൾ കൊടുക്കൽ നിർബന്ധമാണ്. നിർബന്ധമായതിനാണ് സക്കാത്ത് എന്ന് പറയാം. സക്കാത്ത് നിർബന്ധം. എന്നാൽ ഇതിന്റെ അപ്പുറത്ത് വേറെ സംഗതി ഉണ്ട്. പലരും വിചാരിക്കുന്നത് സക്കാത്ത് കൊടുത്താൽ കഴിച്ചിലായി എന്നാണ്. ഒരിക്കലും ശരിയല്ല. ഇന്ന ഫിൽ മാലി ഹക്കൻ സിവ സക്കാത്ത്. സക്കാത്ത് കഴിച്ചിട്ട് വീണ്ടും സ്വത്തിൽ അവകാശം ഉണ്ടെന്നാണ്. 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ നമ്മളെ കൈമലുണ്ടെങ്കിൽ, 1,00,000 രൂപ നമ്മളെ കൈമലുണ്ടെങ്കിൽ 2,500 രൂപ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടുള്ളൂ. ബാക്കിയുള്ള കാശ് നമ്മളെ കയ്യിലുള്ള. ഇതിൽ നിന്ന് നിർബന്ധമായി തന്നെ കൊടുക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ പല സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അയൽവാസികൾ, അത് സക്കാത്ത് പെടാത്ത ആളുകളാണ്. കുടുംബക്കാർ, അയൽവാസി പട്ടിണി എടുക്കാണ്. അപ്പൊ അയാൾ പറയണത് ഞാൻ എൻ്റെ 2.5% ഒക്കെ സക്കാത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനിയൊന്നും ഞാൻ തരില്ല എന്ന് പറയാൻ പറ്റില്ല. അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്ന മുസ്ലിം അല്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. കുടുംബത്തിൽ ആളുകൾ പ്രയാസപ്പെട്ട ജീവിക്കുകയാണ്, വീടില്ലാതെ ജീവിക്കുകയാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ കഷ്ടപ്പാടുള്ള ആളുകളുണ്ട്. വിദ്യാഭ്യാസത്തിന് കാശ് വേണം, സ്കൂളിൽ പോകാൻ പൈസ ഇല്ലാത്ത ആളുകൾ, ഫീസ് അടക്കാൻ കാശില്ലാത്ത ആളുകൾ. ഇതൊക്കെ നമ്മൾ സക്കാത്ത് കൊടുത്തതിന് ശേഷം കൊടുക്കേണ്ട സംഗതിയാണ്. സക്കാത്തിനെ പറ്റി പറഞ്ഞതിന് ശേഷം പറഞ്ഞത് അഖീമുസ്സലാത്ത വാത്തു സക്കാത്ത എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു പറയുന്നത് വാത്തൽ മാലാല ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ. നിങ്ങൾക്ക് സ്വത്തിനോട് ഇഷ്ടമുള്ളതിനോട് കൂടെ, സ്വത്തിനോട് ഇഷ്ടമാണ് എല്ലാവർക്കും, അതിനോട് കൂടെ നിങ്ങൾ കുടുംബക്കാർക്കും യതീമുകൾക്കും മറ്റൊക്കെ കൊടുക്കാൻ. അതെന്താ പണ്ഡിതന്മാർ ഈ ആയത്ത് എടുത്തിട്ട് പറയുന്നത്, ഒരു ആയത്തിൽ തന്നെ 2 പ്രാവശ്യം സക്കാത്ത് കൊടുക്കാൻ പറയില്ല, പറയേണ്ട ആവശ്യമില്ല. അഖീമു സ്വലാത്ത വാത്തു സക്കാത്ത എന്നതിൽ നിസ്കാരം നിലനിർത്തുക, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക. എന്നിട്ട് അതേ ആയത്തിൽ പറഞ്ഞു വാത്തൽ മാലാല ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ. നിങ്ങൾക്ക് സ്വത്തിനോട് ഇഷ്ടമാണ്, എന്നാലും നിങ്ങൾ കൊടുക്കണം, കുടുംബക്കാർക്കും മറ്റുള്ളവർക്ക് കൊടുക്കും. കുടുംബക്കാർക്ക് കൊടുത്താൽ 2 പ്രതിഫലം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കുടുംബബന്ധം ചേർത്തിയ പ്രതിഫലവും മറ്റൊന്ന് സദക്ക കൊടുത്ത പ്രതിഫലം. 2 പ്രതിഫലമാണ് കുടുംബക്കാർക്ക് കൊടുത്താൽ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഖതീബ് ഒരു ആയത്തിന്റെ സബബുൻ നുസൂൽ വിശദീകരിക്കുകയുണ്ടായി. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന സൂറത്തുൽ ബഖറയിൽ ആയത്തിറങ്ങി. അർത്ഥം ശരിക്കും ആലോചിച്ചു നോക്കി. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുമ്പോഴേ നിങ്ങൾക്ക് ശരിക്കുള്ള പുണ്യം കരസ്ഥമാക്കാൻ കഴിയൂ എന്ന ആയത്തിറങ്ങി. അതുവരെ നിങ്ങൾക്ക് പുണ്യം കിട്ടൂല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, പ്രമുഖ സഹാബിയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹ്, മദീനത്തെ പള്ളിയുടെ തൊട്ട് മുന്നിലുള്ള തോട്ടം എന്റേതാണ്, ബൈറുഹ, ഈ തോട്ടം എന്റേതാണ്. ഇങ്ങനല്ലേ റബ്ബ് പറയണത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്നല്ലേ പടച്ചവൻ അവതരിച്ചത്. ഇപ്പൊ ആയത്തിറങ്ങിയത് അങ്ങനെയല്ലേ? നിങ്ങൾ ഓതിയത് ഇപ്പൊ ഞങ്ങൾക്ക് ഓതി തന്നത് അങ്ങനെയല്ലേ? ഏറ്റവും പുണ്യം കിട്ടണമെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെലവാക്കണം, അപ്പോഴാണ് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുക എന്നുള്ളതല്ലേ പടച്ചവൻ പറഞ്ഞത്.
അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ തോട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ഇതാണ്, ഈ മസ്ജിദുൻ നബവിയുടെ മുമ്പിലുള്ള തോട്ടം, ബൈറുഹ എന്ന തോട്ടം. ഞാനിതാ ഇത് പടച്ചോനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുകയാണ്, നിങ്ങൾ എന്താ വേണ്ടത് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അത് നിന്റെ കുടുംബക്കാർക്ക് നീ വീതിച്ചു കൊടുത്തോ. റസൂൽ അദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ചു വീതിച്ചു കൊടുക്കാൻ. കാരണം കുടുംബത്തിൽ കഷ്ടപ്പെട്ടവരുണ്ടാവുമ്പോൾ സദക്ക ചെയ്യുമ്പോൾ അവർക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. സക്കാത്ത് അങ്ങനല്ല, സദക്ക അങ്ങനെയാണ്. കാരണം അത് കുടുംബ ബന്ധത്തിലൊരു അറ്റാച്ച്മെന്റ് കൂടെ ഉണ്ട്. കാരണം ഞാൻ കുടുംബത്തിലൊരു ഒരു പണക്കാരനുണ്ടെങ്കിൽ അയാൾ കുടുംബത്തിലൊന്നും കൊടുക്കാതെ പുറത്തു കൊടുത്താൽ തമ്മിലുള്ള ബന്ധം അടുക്കൂല, അസൂയ കൂടും. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. നേരെ മറിച്ച് കുടുംബത്തിലുള്ള ആളുകൾ, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മളെ കുടുംബത്തിലെ പാവങ്ങളെ പ്രത്യേകമായ ഒരു പരിഗണന കൊടുത്താൽ ആ ബന്ധവും കൂടെ, കുടുംബ ബന്ധവും കൂടെ അടുക്കും. അതാണ് ഇതിന് പ്രത്യേകത. അതാണ് കുടുംബ ബന്ധം ചേർത്തിയ പ്രതിഫലം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാനുള്ള കാര്യം അതാണ്. പ്രിയപ്പെട്ടവരെ, പണം റബ്ബ് തന്നതാണ്. അതൊരു പരീക്ഷിക്കാൻ വേണ്ടി, ഒരു പരീക്ഷണത്തിന് വേണ്ടി റബ്ബ് നമുക്ക് തന്നതാണ്. അതുകൊണ്ട് അതിലൊരു മസിൽ പിടുത്തം വേണ്ട. ഏത് 2.5% ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി അത് കൊടുക്കാത്ത ആളുകളെ പറ്റി ഒന്നും പറയേണ്ടതില്ല. ഇസ്ലാമിൽ തന്നെ സ്ഥാനമില്ലാത്ത ആൾക്കാരാണ്. നിങ്ങൾക്കറിയില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ ഉടനെ അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനം, പ്രവാചകന്റെ കാലത്ത് കൊടുത്തു വന്നിരുന്ന സക്കാത്തിന്റെ ഇനത്തിൽ ഒരു ഒട്ടകത്തിന്റെ കയറാണ് നിങ്ങൾ എന്നിൽ നിന്ന് തടയുന്നതെങ്കിൽ, തരാതിരിക്കുന്നതെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതാണ്. ആരോടാ യുദ്ധം ചെയ്യുന്നത്? നമസ്കരിക്കുന്ന ആൾക്കാരോടാ. എന്താ അവർ ചെയ്ത തെറ്റ്? സക്കാത്തിന്റെ ഒരു പ്രധാന, സക്കാത്ത് എന്ന് പറഞ്ഞ സംഗതി അവര് ഒഴിവാക്കണം. അതുകൊണ്ട് സക്കാത്തിന്റെ ഇനത്തിൽ വല്ല മുതലും എനിക്ക് കിട്ടാതെ വന്നാൽ അതിന്റെ പേരിൽ ഞാൻ യുദ്ധം ചെയ്യുമെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്. ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള സ്ഥലത്ത് ഒരാൾ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ പോലീസിനെ അയച്ച്, മിലിറ്ററിനെ അയച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് സക്കാത്ത് വാങ്ങാൻ ഇസ്ലാമിന് അധികാരമുണ്ട്, മുസ്ലിം ഖലീഫക്ക് അധികാരമുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. ഒരിടത്ത് നിന്ന് വാങ്ങാനാണ്, പിടിച്ചു വേണമെങ്കിൽ വാങ്ങാം. ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള സ്ഥലത്ത് ഒരു മുതലാളി, ഒരു പണക്കാരൻ, അയാൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അയാളടുത്ത് നിന്ന് അധികാരം ഉപയോഗിച്ച് വാങ്ങുന്നതാണ്. ഇമാം ഷാഫിയെ പോലുള്ള ആളുകൾ പറഞ്ഞത് ആ ചെലവും കൂടെ അവരുടെ നിന്ന് വാങ്ങും ചെയ്യാം. ഈ പോലീസിനെ അയക്കാനുള്ള ചെലവുണ്ടെങ്കിൽ അത് വേറെയും വാങ്ങാമെന്നാണ് പറയുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. സക്കാത്ത് വളരെ നിർബന്ധമായി കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. എന്നാൽ സ്വതക്ക ഏത് സമയത്തും കൊടുക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, അസ്മാ, നീ കൈ അയച്ചിട്ട് കൊടുക്കാൻ, നീ കൈ അയച്ചിട്ട് കൊടുക്കുക ആളുകൾക്ക്. അള്ളാഹു നിനക്ക് തരുമ്പോൾ കൈ അയച്ചിട്ട് തരുന്നു എന്ന് പറഞ്ഞാൽ കഴിയുന്നിടത്തോളം കൊടുക്കാൻ. റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത്, പ്രവാചകന്റെ സദക്കയെ പറ്റി പറഞ്ഞെടുത്ത ഹദീസ് കാണാം. റസൂൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ സദക്ക ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. എന്താണ് സദക്ക? സദക്ക കൊടുത്താൽ, കാശ് കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഈമാൻ ഇല്ലാത്ത ആളുകളുടെ അടയാളാണ്. ഈമാനുള്ള ആളുകൾ അങ്ങനെ വിചാരിക്കൂല. കാരണം റബ്ബ് അതിന്, നിങ്ങൾക്കറിയില്ലേ, ചില ചെറിയ വിഷയത്തിന് എത്ര കാശ് ചില സമയത്ത് ചെലവാക്കേണ്ടി വരും ആളുകൾ. ചെറിയ നിസ്സാരമായ വിഷയമാണ്, പക്ഷെ എത്ര കാശാണ് ചെലവാക്കേണ്ടി വരിക. ചില വലിയ വിഷയം ചെറിയ സാമ്പത്തിക ചെലവ് കൊണ്ട് കഴിച്ചിലാന്ന് കണ്ടിട്ടില്ലേ? റബ്ബാണ് ഇതിനൊക്കെ വഴി തുറന്നു തരേണ്ടവൻ. റബ്ബാണ് ഇതിനുള്ള മാർഗം കാണിച്ചു തരേണ്ടത്. അപ്പോൾ ഉള്ള സ്വത്തിൽ ബർക്കത്തുണ്ടാകാനും നമുക്ക് അധിക ചെലവ് വരാതിരിക്കാനൊക്കെ ഉള്ള വഴി റബ്ബാണ് തുറന്നു തരേണ്ടത്, നമ്മളെ കൈപ്പെട്ടതല്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, റബ്ബ് തരുന്നതാണ് ബർക്കത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ സദക്കയുടെ പ്രതിഫലം പറഞ്ഞ കമസലി ഹബ്ബ അംബതത് സബഅ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅത ഹബ്ബ. ഒരു ധാന്യമണി കുഴിച്ചിട്ടാൽ ഒരു ധാന്യമണിയിൽ നിന്ന് 7 കതിരുണ്ടാവുകയാണ്. 7 കതിര്, ഓരോ കതിരിലും 100 മണി. അപ്പൊ ഒരു സദക്കയിൽ 700 ഇരട്ടി പ്രതിഫലം. ഒരാൾ സദക്ക ചെയ്താൽ 700 ഇരട്ടി പ്രതിഫലം. ഖുർആൻ പറഞ്ഞു, വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും കൂട്ടിക്കൊടുക്കുന്നതാണ്. പടച്ചവൻ ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും കൂട്ടിക്കൊടുക്കും. നമ്മുടെ ഈമാൻ, നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ ആത്മാർത്ഥത, ഇതൊക്കെ കൂട്ടിയിട്ടാണ് അള്ളാഹു സദക്കക്ക് പ്രതിഫലം നൽകുക. ചിലപ്പോൾ വളരെ പ്രയാസം ഉണ്ടാവും, നമുക്ക് തന്നെ പൈസക്ക് ആവശ്യമുണ്ട്, സാമ്പത്തികമായിട്ട് നമ്മൾ തന്നെ ഞെരുക്കാണ്. ആ സമയത്ത് അതിനേക്കാളും പ്രയാസമുള്ള ഒരാൾ വന്ന് കാര്യം പറയുമ്പോൾ നമ്മൾ പടച്ചവനെ നമ്മൾ കൊടുക്കാതെന്നാൽ തെറ്റല്ലേ, അല്ലെങ്കിൽ ഞാൻ അയാളെ സഹായിക്കുന്ന എൻ്റെ ബാധ്യതയല്ലേ, എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചിട്ട് വളരെ ഞെരുങ്ങിയിട്ട് നമ്മൾ കൊടുത്താൽ അതിനനുസരിച്ച് ആ നോട്ടിന്റെ കണല്ലത് നമ്മുടെ ഈമാനാണ്. അതിനനുസരിച്ച് അള്ളാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു കൂട്ടി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും മലക്ക് വന്നുകൊണ്ട് പ്രാർത്ഥിക്കും ഓരോരുത്തരുടെ അടുത്തും, അല്ലാഹുമ്മ അഅ്തി മുൻഫിക്കൻ ഖലഫ വഅഅ്തി മുംസിക്കൻ തലഫ. അള്ളാഹുവെ, ഈ മനുഷ്യൻ കൊടുക്കുന്ന സ്വഭാവക്കാരനാണെങ്കിൽ, നൽകുന്ന സ്വഭാവക്കാരനാണെങ്കിൽ, അള്ളാഹുവെ ഇയാൾക്ക് സ്വത്തിൽ വീണ്ടും വീണ്ടും വർധനവ് കൊടുക്ക്. അതല്ല റബ്ബെ, ഇയാൾ പിശുക്കനാണെങ്കിൽ, ബഖീലാണെങ്കിൽ
ഇയാളുടെ സ്വത്തിൽ നീ നാശം കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് എന്നും പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സാമ്പത്തികമായ കാഴ്ചപ്പാടിൽ മാറ്റം വരണം. കഴിയുന്നിടത്തോളം കൊടുക്കുക, നന്നായിട്ട് ആളുകളെ സഹായിക്കുക. പ്രത്യേകിച്ച് ഈ മാസം അതിൻ്റെ മാസമാണ്. സക്കാത്ത് കണക്കൂട്ടണം. സക്കാത്ത് കണക്കൂട്ടിയിട്ട് കൃത്യമായിട്ട് കൊടുക്കുക. ശരിക്കും ഇസ്ലാമിക നിയമപ്രകാരം സക്കാത്ത് കൊടുക്കേണ്ടത് ബൈത്തുൽ മാൽക്കാണ്. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ പൊതു ഖജനാവ്. നമുക്ക് സക്കാത്ത് എത്ര ഉണ്ട്? നമുക്കിപ്പോൾ 25,000 റിയാലാണ് സക്കാത്ത്, അല്ലെങ്കിൽ ആ സക്കാത്ത് കൊടുക്കേണ്ടത് ഖജനാവിലേക്കാണ് എടുക്കേണ്ടത്, പൊതു ഖജനാവ്. ഇസ്ലാമിക ഭരണത്തിലെടുത്ത് അങ്ങനെയാണ്. പിന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതൊക്കെ നമ്മളെ കയ്യിൽ നിർത്ത് വേറെ കൊടുക്കണം. സക്കാത്ത് കഴിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. കുടുംബക്കാർക്ക് കൊടുക്കേണ്ടത്, അയൽപക്കക്കാർക്ക്, മാതാപിതാക്കളും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കണം. അങ്ങനെ വേറെ കൊടുക്കേണ്ടതാണ്. അത് ഇതിൽപ്പെട്ട സംഗതിയല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ സക്കാത്ത് സെല്ലിന് പ്രോത്സാഹനം നൽകുന്നത്. മഹല്ല് കേന്ദ്രീകരിച്ചു. നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ഭരണം ഇല്ലാത്തതുകൊണ്ട് സക്കാത്ത് സെല്ല് പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം അതാണ്. ഒരു മഹല്ലത്ത്, ഓരോ മഹല്ലത്തിലും ഒരു സക്കാത്ത് സെല്ല് ഉണ്ടായാൽ അവർ ആ നാട്ടിലെ പൈസക്കാരുടെ പൈസ കളക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ ഉള്ള ഗുണം എന്താ അറിയോ? ഒരു മഹല്ലിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ടായാൽ മതി. ഈ മഹല്ലിൽ ഇപ്പോൾ 50 പാവങ്ങളുണ്ടെങ്കിൽ ഒരു 5 പാവത്തെ ഒരു കൊല്ലം രക്ഷപ്പെടുത്തിയാൽ മതി. എന്നാൽ 10 കൊല്ലം കൊണ്ട് 50 ആൾക്കാർ വെച്ചല്ലോ. നേരെ മറിച്ച് നമ്മൾ ഒരാൾ 100 കൊടുത്ത്, ഒരാൾ 500 കൊടുത്ത്, ഒരാൾ 300 കൊടുത്ത്, എന്തുകൊണ്ട് കാര്യം? ആ പെരുന്നാളോടുകൂടിയ കലക്കി വിട്ടിട്ടുണ്ടോ ആ പാവങ്ങൾ? അല്ലെങ്കിൽ തന്നെ പാവങ്ങൾ കുറച്ച്, പല പാവങ്ങളും പല ദൂർത്തന്മാരങ്ങളും ഉണ്ടില്ലേ. ഒരു പാവപ്പെട്ടവൻ 50 രൂപക്കാണ് മീൻ വാങ്ങണമെങ്കിൽ മറ്റോ 100 കാരണം ഒരു വിലയില്ലാ കിട്ടിയ പൈസ അല്ലേ. പ്രത്യേകിച്ച് റമദാനങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാണ്. പെരുന്നാളിന് നാട്ടിൽ മാംസം വാങ്ങണ ഇറച്ചി കടന് മുന്നിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കാര്യം. അപ്പൊ ആളുകൾ അങ്ങനെയാണ് പലപ്പോഴും. എന്നുവെച്ചാൽ ഒരു മഹല്ല് അത് ടാർഗറ്റ് ചെയ്താണ്. ഈ മഹല്ലിൽ ഇപ്പോൾ 5 ആൾക്ക് വീടില്ല, 5 വിധവകളുണ്ട്, 4 വിധവകളുണ്ട്. അപ്പോൾ ഓരോ പശുവിനെ വാങ്ങിക്കൊടുത്താൽ അവർക്ക് കഴിയും. 4 കുഴഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്, നടക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അവർക്ക് 2 പെട്ടിക്കട വെച്ച് കൊടുത്താൽ ആ കുടുംബം അതോടുകൂടി കഴിച്ചിലാവും. പക്ഷെ നമ്മൾ കൊടുക്കുക ഈ 100-200 കൊണ്ട് അത് കഴിച്ചിലാവില്ല. അവർ കാലാകാലം നമ്മൾ കൊടുത്താലും, ഖിയാമത്ത് വരെ നമ്മൾ കൊടുത്താലും അവർ കഴിച്ചിലാവില്ല. കാരണം അത് ആ ചില്ലറ പൈസ അവർ ഇതാക്കും. ഇതാണ് സക്കാത്ത് സെല്ല്, ബൈത്തുൽ മാലിന്റെ ചെറിയ രൂപം. സക്കാത്ത് സെല്ല് ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. എന്നാൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. മാത്രമല്ല, പാവങ്ങളുടെ വിഷയം മാത്രമല്ലല്ലോ ഇസ്ലാം. 8 വിഭാഗത്തിന് സക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. 8 വിഭാഗം സൂറത്ത് തൗബയിലാണ്. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ എന്ന് പറയുന്നുണ്ട്. ഈ പാവങ്ങളെ കൂട്ടത്തിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന്, നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കുറേ ആളുകൾ, നാട്ടിലെ സാധുക്കൾ എന്ന് നമ്മൾ പറയും. വിചാരിക്കും ഒരു 500 രൂപ ഉണ്ട്, നമുക്ക് ആർക്കാ കൊടുക്കേണ്ടതെന്ന് പെട്ടെന്ന് വരുന്ന നമ്മളെ മനസ്സിൽ വരുന്ന കുറച്ച് ആൾക്കാർ, പാവങ്ങൾ, എല്ലാവർക്കും അറിയുന്ന പാവങ്ങളാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, മസാക്കീൻ. മസാക്കീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വരുമാനമുണ്ട്, പക്ഷെ അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല. പ്രയാസവും ബുദ്ധിമുട്ടും ഞെരുക്കായിട്ട് ഇങ്ങനെ പോവുക. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. അവർ ആൾക്കാരോടൊന്നും ചോദിക്കൂല, നിർബന്ധിച്ചിട്ട് ഇടങ്ങറാക്കൂല. കണ്ട വളരെ മാന്യന്മാരാണെന്ന് തോന്നും, പക്ഷെ ഉള്ളിൽ വളരെ ഞെരുക്കവും പ്രയാസം ഉണ്ടാവും. ഇതാണ് ഒന്നാമത്തേനേക്കാളും ചിലപ്പോൾ അർഹത ഈ ടീമിനാണ്. മറ്റെല്ലാവരും കൊടുക്കും, കാരണം അവർക്കറിയാം കിട്ടേണ്ടതാണ്. ഒരു ചോദിക്കും ചെയ്യും, ഇവർ കൊടുക്കും ചെയ്യും. രണ്ടാമത്തെ ടീം എന്ന് പറഞ്ഞത് വളരെ ഞെരുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. ദൂർത്തടിച്ചത് കൊണ്ടൊന്നല്ല ഞെരുക്കം, വളരെ നിത്യചരവും പ്രയാസവും രോഗവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഈ ആളുകൾക്ക് കണ്ടറിഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് വളരെ അഭിമാനപൂർവ്വം. അതെന്താ പറയുക, ഒരു പണക്കാരൻ ഒരു പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ ഈ മിസ്കിന്മാരിൽപ്പെട്ട ആൾക്ക് ഒരു മുതലാളി കൊടുക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ അയാൾ അഭിമാനം സമ്മതിക്കൂല വാങ്ങാൻ. സക്കാത്ത് സെല്ലിന്ന് ആരും അറിയാതെ കൊടുത്താൽ ആർക്കും പ്രശ്നമില്ല, ആരാ കൊടുത്തതെന്ന് അറിയില്ല. കമ്മിറ്റി സെക്രട്ടറി മാത്രമേ അറിയുള്ളൂ. അയാൾ രേഖയിൽ എഴുതി കൂതാ, ഇന്ന ആൾ വളരെ കഷ്ടപ്പാടുള്ളതാണ്, അയാൾ കടം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, അയാൾക്ക് കൊടുക്കുക, അത്രേ. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സക്കാത്ത് സെല്ല് കൊണ്ടുണ്ട്. ഞാൻ ഇവിടെ പറയണതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇല്ലാത്ത മഹല്ലത്തിൽ, നിങ്ങൾ ജീവിക്കുന്ന മഹല്ലത്തിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ആലോചിക്കണം നല്ലതാണ്. കുറച്ച് ആൾ കൂടിയിട്ട്, ഇനിയിപ്പോൾ മഹല്ല് ബേസ് കഴിയില്ലെങ്കിൽ ആ നാട്ടിൽ കുറച്ച് ഇവിടെയുള്ള കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് ഒരു സക്കാത്ത് സെല്ല് ഉണ്ടാക്കുക. എന്നിട്ട് റമദാനാകുമ്പോൾ ആളുകളോടൊക്കെ അത് കളക്ട് ചെയ്തിട്ട് ആ നാട്ടിലൊരു ശരിക്കുള്ളൊരു പദ്ധതി ഉണ്ടാക്കുക. മദ്രസ ഇല്ലാത്ത നാടുകളുണ്ട് അല്ലേ, മദ്രസ ഇല്ലാത്ത ആൾ ഇത് ഈ ഫണ്ട് നിർത്തി ചിലവാക്കാം. കടം കൊണ്ട് പെട്ടുപോയ ആളുകളുണ്ട്, കടം കൊണ്ട് കുടുങ്ങിപ്പോയ ആൾക്കാർ, ഈ ഫണ്ട് നിർത്തി കൊടുക്കുക. കടം കൊണ്ട് അത് 8 വിഭാഗത്തിലൊരു വിഭാഗമാണ് കടക്കാർ. അപ്പൊ ഈ മാതിരി കാര്യങ്ങൾ ചെയ്താൽ ഒരുപാട് മാറ്റം സമൂഹത്തിലുണ്ടാവും. അതിനാണ് റബ്ബ് പറഞ്ഞത്. റബ്ബ് ഉണ്ടാക്കിയ സിസ്റ്റമാണിത്, ഇത് മനുഷ്യരുടെ സിസ്റ്റം അല്ല. പടച്ചോൻ പറയണത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക, സദക്കയുടെ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊന്ന് ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്തും സക്കാത്തും യാതൊരു ബന്ധവുമില്ല. ഫിത്ർ സക്കാത്ത് ഒരു ദിവസത്തെ ഭക്ഷണം ഒരാൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ദിവസത്തെ കഴിച്ചിട്ട് ബാലൻസ് ഉണ്ട് അയാളൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. അത് റസൂലുള്ള പറഞ്ഞ കാരണം 2ആണ്. തുഹ്റത്തുൽ ലിസ്സായിം വ തുഅമത്തുൽ ലിൽ മസാക്കീൻ. ഒന്ന്, നോമ്പുകാരന്റെ ജീവിതത്തിൽ വന്നു പോയ വല്ല പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ്.
വല്ല സംസാരത്തിൽ വല്ല പഴമോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനാണ് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കണേ. ഒരു ലക്ഷ്യം അതാണ്. രണ്ടാമത്തത് തുഅമത്തുൽ മസാക്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണത്തിനുള്ള ഭാഗ്യമാണ്. അന്ന് പെരുന്നാളാണ്. അന്നും ആളുകൾ ഇങ്ങനെ പട്ടിണി നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ യാചിച്ച് നടക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവർ ആഘോഷിക്കണം, അവർ പാവങ്ങളും. അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാവണം. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ അറിയാലോ, ആളുകളുടെ തെറ്റിദ്ധാരണയും പെട്ട ഒരു സംഗതിയാണ്. മാസം ഉറപ്പിക്കുക രാത്രി 2 മണിക്കാ ഒരു ചൂട്ടും കത്തിച്ചിട്ട് നടക്കുന്ന ആൾക്കാർ, വിധവകളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നടന്നിട്ട് ഫിത്ർ സക്കാത്ത് വാങ്ങാൻ. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണിത്? 2-3 ദിവസം മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുക്കാന്നുള്ളതിൽ പണ്ഡിതന്മാരുടെ ഒരാളുടെ അഭിപ്രായ വ്യത്യാസമില്ല. റംലാൻ 1 മുതൽ തന്നെ കൊടുക്കാന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. റംലാൻ 1 മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് പോട്ടെ, പെരുന്നാളിന്റെ 2-3 ദിവസം മുമ്പ് ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുന്നതിന് യാതൊരു അഭിപ്രായ വ്യത്യാസം ആരുടെ ഇടയിലും ഇല്ല. എന്നാലും ആൾക്കാർ മാസം കണ്ടിട്ട് ചൂട്ടെത്തിക്കാൻ കാത്തും. ഈ പണ്ടത്തെ സമൂഹത്തിലെ അവസ്ഥ അതാണ്. ഇപ്പൊ കുറെയൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഒരു 2 ദിവസം മുമ്പ് കൊടുത്താലേ ഇവർക്കൊരു സമാധാനം കിട്ടുള്ളൂ. അല്ല, പെരുന്നാൾക്കുള്ള അരി ആയല്ലോ. അത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. എന്താ അറിയോ, ഇപ്പൊ സംഘടിതമായിട്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മിക്കവാറും ആളുകളൊക്കെ പെരുന്നാളിന് എന്താണ് സാധാരണ ഭക്ഷണം കഴിക്കുക, കുറച്ചൊന്നും നല്ല ഭക്ഷണം കഴിക്കുക, അല്ലെ, നെയ്ച്ചോറോ ബിരിയാണിയോ കഴിക്കുക. എന്നാൽ ഈ കൊടുക്കണ അരി അതിന് പറ്റി കൊടുത്താൽ കുറച്ചുകൂടെ സൗകര്യമില്ലേ? നിങ്ങൾക്കറിയില്ല, പണ്ട് കാലത്തൊക്കെ പള്ളിയിൽ അരി കൂട്ടും. ഈ സംഘടിതമായിട്ട് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെയുള്ള ഒരു മൈനസ് ഞാൻ പറയണേ. അത് ഫിത്ർ സക്കാത്തിന് അരി റേഷൻ ഷോപ്പിൽ അരിയാ കൊണ്ടുപോകുക. നിങ്ങൾ അവനാൻ്റെ വീട്ടിൽ വാങ്ങണ അരി നല്ല അരി ആയിരിക്കും, മറ്റേ ഷോപ്പിൽ നിന്നാണ് വാങ്ങുക. ഫിത്ർ സക്കാത്തിന് അരി ഏതാവും അറിയങ്ങൾ റേഷൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് അത് കൊണ്ടുകൊടുക്കും. എന്നിട്ട് ഒരു മഹല്ലത്തിൽ പല ഷോപ്പും ഉണ്ടാവുമല്ലോ, അത് പല മിക്സ് പല വേവുള്ള അരി ഒന്നായിട്ട് കൂട്ടും. എന്നിട്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാവങ്ങൾ പെരുന്നാളിലെന്ന് നിങ്ങൾ ആലോചിക്കുക അതിൻ്റെ അവസ്ഥ. അതിലൊക്കെ ഒരു മാറ്റം വേണ്ട. നമ്മളേതായാലും മാറി. നമ്മളൊക്കെ ബിരിയാണി നിന്നാണല്ലേ നെയ്ച്ചോറ് തിന്നാണ്. എന്നാൽ ആ പാവങ്ങളോ തിന്നോട്ടെ. എന്നാൽ വാങ്ങണ അരി സാധാ അരി മട്ട അരി ഒഴിവാക്കിയിട്ട് നെയ്ച്ചോറിൻ്റെ അരി കൊടുത്തൂടെ, കയമ കൊടുത്തൂടെ, നല്ല അരി കൊടുത്തൂടെ? അപ്പം അങ്ങനത്തെ ഒരു പുരോഗതിയും കൂടെ നമ്മളതിൽ ആലോചിക്കേണ്ടതുണ്ട്. പാവങ്ങളൊന്ന് നല്ല ഭക്ഷണം കഴിക്കട്ടെ. അപ്പോഴാണ് ജീവിതത്തിൽ ഒരു തുല്യത ഉണ്ടാവുക. സന്തോഷത്തിൽ എല്ലാവരും പങ്കാളികളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുള്ള പോരായ്മകൾ പരിഹരിക്കുക. എന്താണ് പോരായ്മ എങ്കിൽ അത് പരിഹരിക്കുക. നമുക്കറിയാം, ഈ അവസാന നിമിഷമാണ്. 1-2 ദിവസം മാത്രമാണ് നമ്മളെ മുമ്പിലുള്ളത്. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഇനിയും തൗബ ചെയ്ത് മതിയായിട്ടില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം നമ്മളെ മുമ്പിലുള്ള മണിക്കൂറുകളാണ് ഈ 1-2 ദിവസം. നന്നായിട്ട് പ്രാർത്ഥിക്കുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. നമുക്കറിയാം, നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ സ്വർഗം കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മൻ ഖാമ ഫീ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇതൊക്കെ നമ്മൾ ചെയ്യണതാണ്. നോമ്പ് വറ്റാൽ കഴിഞ്ഞ കുറ്റങ്ങളൊക്കെ പുറത്തു തരാം. തറാവീഹ് നമസ്കരിച്ചാൽ കഴിഞ്ഞ കുറ്റങ്ങളൊക്കെ പുറത്തു തരാം. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ കഴിഞ്ഞ കുറ്റങ്ങളൊക്കെ പുറത്തു തരാൻ എത്ര ഓഫറാണ് പഠിച്ചതെന്ന്. ഇത് അള്ളാഹു നമ്മുടെ അമല് കബൂലാക്കുകയാണെങ്കിൽ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അമല് ചെയ്താൽ മാത്രം പോരാ, കബൂലാക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. സലഫുസ് സാലിഹുകളുടെ ചരിത്രത്തിൽ കാണാം, നോമ്പ് കഴിഞ്ഞാലും മാസങ്ങളോളം അവർ ദുആ ചെയ്യാറുണ്ട്. പടച്ചോനെ, ഞങ്ങളെ നോമ്പ് കബൂലാക്കണം, ഞങ്ങളെ തറാവീഹ് കബൂലാക്കണം, ഞങ്ങളെ സദക്ക കബൂലാക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പറയാറുണ്ടായിരുന്നു, ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് സലഫുസ് സാലിഹുകളെ പറ്റിയുള്ള ചരിത്രത്തിൽ കാണാം. അപ്പോൾ നമ്മൾ ചെയ്താൽ പോരാ, അത് പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കബൂലാക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നന്നായിട്ട് ചിന്തിക്കുക. ഓരോ ദിവസവും നമ്മൾ മരണത്തോട് എടുക്കണം. ഓരോ മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ മരണത്തോട് എടുക്കണം. നമുക്ക് പോകുമ്പോൾ ഒരു മനസ്സമാധാനത്തോടു കൂടി യാത്ര തിരിക്കാൻ കഴിയണം. നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. ഒരു സഹാബി സക്കറാത്തുൽ മൗത്തിൽ കിടക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. റസൂലുള്ള ചോദിക്കുന്നു, നീ എന്താണ് അള്ളാഹുവിനെ പറ്റി അഭിപ്രായപ്പെടുന്നത്, എന്താണ് അള്ളാഹിനെ പറ്റി വിചാരിക്കുന്നത്, എന്താ വിചാരം, അള്ളാഹിനെ പറ്റി എന്ത് വിചാരം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് സ്വർഗം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ നരകത്തിൽ പോകും എന്നുള്ളൊരു പേടിയും എനിക്കുണ്ട്. അത് കേട്ട റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വളരെ സമാധാനത്തിലാണ് മറുപടി പറഞ്ഞത്. ഇങ്ങനെ ഒരു ചിന്ത ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അയാൾക്ക് നൽകും, അയാൾ ഭയപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു അയാളെ കാക്കും. അള്ളാഹു നമ്മളെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. നമ്മുടെ നോമ്പ്, നമ്മുടെ ഖിയാമുൽ ലൈൽ, നമ്മുടെ തറാവീഹ്, നമ്മുടെ സദക്ക, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ദുആകൾ, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ
അതിൽ വല്ല പോരായ്മകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാപ്പാക്കി തരുന്നു. അള്ളാഹു ഇത് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ.